ഇരിക്കും. ജാനകി. മുത്തശ്ശൻ വന്നപ്പോ അമ്മയും കൂടി പൂട്ടിയിട്ട് വരായിരുന്നു. നല്ല കഥയായി. ഞാൻ വിളിച്ച അവള് വരണ്ടേ? അമ്മ ഇതേ വരെന്നെന്ന് വിളിച്ചിട്ട് കൂടിയില്ല. എന്താ മുത്തശ്ശ അമ്മ എന്നോട് മിണ്ടാത്തത്? അമ്മയുടെ കാര്യമൊന്നും മോളിപ്പോ നോക്കണ്ട. അതെല്ലാം ശരിയാവും. അല്ലേ ജാനകി? അതെ അതെ. മക്കളെ, മുത്തശ്ശൻ ഒറ്റയ്ക്കാണോ വന്നേ? അതെ മോളെ, സിദ്ധുവിന്റെ മരുന്ന് സ്വാമി അച്ഛൻ അയച്ചിരുന്നു, അതും കൊണ്ട് വന്നതാ. ഓ മുത്തശ്ശ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖാണോ? അവളോടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ ഡെയിലി ഫോണിൽ സംസാരിക്കുന്നവരല്ലേ, അപ്പോ അവളുടെ വിശേഷങ്ങൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിനക്കറിയായിരിക്കുമല്ലോ. അല്ല, നിങ്ങൾക്കിവിടെ സുഖമാണല്ലേ? ആ ചോദ്യത്തിന്റെ ആവശ്യമേ ഇല്ല മുത്തശ്ശ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയാ, ഒന്നിനും ഒരു കുറവുമില്ല. സന്തോഷം. ജാനകി, എങ്ങനെയുണ്ട് മരുമക്കള്? ദേവികയും ഗോപികയും എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാ. ദേവിക ശരിക്കും സിദ്ധു പറയുന്നത് പോലെ ഒരു മാലാഖ തന്നെയാ. അല്ലമ്മേ, എന്നമ്മയുടെ കണ്ണിന് പിടിക്കുന്നില്ലേ? അയ്യോ മോളെ, ഞാനതൊന്നും അല്ല. അഞ്ജിത് ചോദിച്ചതിൽ എന്താ തെറ്റ്? ജാനകിയുടെ മരുമക്കളെ പറയുന്നതിനോടൊപ്പം അഞ്ജിതയെക്കുറിച്ചും പറയണമായിരുന്നു. എന്താ, അവൾ ഈ വീട്ടിലെ മരുമകളല്ലേ? പിന്നെ എന്തിനാ ഇവളെ അവഗണിച്ചത്? എന്റെ മോന്റെ ഭാര്യ ആയതുകൊണ്ടാണോ? അയ്യോ എന്റെ പൊന്നുമായെ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല. അഞ്ജിതയും ഞാൻ എന്റെ മരുമകളായിട്ട് തന്നെയാ കണ്ടിരിക്കുന്നെ. എന്നിട്ട് എന്തുകൊണ്ട് അവളെക്കുറിച്ച് പറഞ്ഞില്ല? എന്താ ഇത്? ഇതൊരു നിസ്സാര വിഷയമല്ലേ, വിട്ടേക്ക്. മുത്തശ്ശൻ ഇത് നിസ്സാര വിഷയമായിരിക്കും, പക്ഷേ എനിക്കിത് വലിയ വിഷമമായി. മോളെ, ജാനകി മനഃപൂർവ്വം നിന്നെ മറന്നതൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ, നീയും ജാനകിയുടെ മരുമകള് തന്നെയാന്ന്. പിന്നെന്താ? അഞ്ജിതേ മോളെ, ഇത് നമ്മുടെ വീടല്ല, അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. നീ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. അഞ്ജിതയുടെ സ്ഥാനത്ത് ജാനകി ഗോപികയാണ് അവഗണിച്ച് സംസാരിച്ചതെങ്കിൽ ദേവികയ്ക്ക് എന്തു തോന്നും? മായെ, ഞാൻ ആരെയും അവഗണിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അഞ്ജിതയെക്കുറിച്ച് പറഞ്ഞില്ല? മായേ, അതെന്റെ തെറ്റാണ്, എന്റെ ചോദ്യത്തിന്റെ പിശക. ജാനകി മരുമക്കൾ എങ്ങനെയുണ്ടെന്നാ ഞാൻ ചോദിച്ചത്. ആ ചോദ്യം കേൾക്കുമ്പോ ജാനകി സ്വാഭാവികമായും ദേവികയെക്കുറിച്ചും ഗോപികയെക്കുറിച്ചും മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. ഇതേ ചോദ്യം മായയോട് ചോദിച്ച മായ പറയുന്നത് അഞ്ജിതയെക്കുറിച്ച് മാത്രമായിരിക്കും. അത്രയുള്ളൂ. എന്തായാലും എന്റെ ചോദ്യം കൊണ്ടുണ്ടായ പ്രശ്നത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്താ ഇത്? എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? ഞാൻ ഇവിടെ വന്ന് കയറിയിട്ട് ഇവിടെ ഒരു തർക്കം ഉണ്ടാകാന്ന് വെച്ചാ അതെനിക്ക് വിഷമമാണ്. നിങ്ങൾ ഈ തർക്കം ഇവിടെ അവസാനിപ്പിക്കണം. മായേ, എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്തുകള. അഞ്ജിതേ, മോള് വിഷമിക്കണ്ട. ദേവികയും ഗോപികയും പോലെ തന്നെ മോളും നല്ല കുട്ടി തന്നെയാ. ഞാനത് ആത്മാർത്ഥമായി തന്നെയാ പറയുന്നേ. നിനക്കിപ്പോ സമാധാനായോ? ഗോപികെ, മോള് മുത്തച്ഛനെ വിളിച്ചോണ്ടുപോയി കാപ്പി കൊടുക്ക. ശരിയമ്മ. കാപ്പിയൊന്നും വേണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് ഇറങ്ങാ. അതൊന്നും പറഞ്ഞ പറ്റില്ല. വന്നിട്ട് കാപ്പി കുടിച്ചിട്ടേ പോകാവൂ. മോളെ അഞ്ജിതേ, മുത്തശ്ശനെ വിളിക്കേ. വാ മുത്തശ്ശ, വാ. ചെല്ലു മുത്തശ്ശ, ചെല്ല്.
മാഡം മാഡം അഞ്ജിതയുടെ സംസാരം മാഡത്തിന് വിഷമായോ? ഏയ് സാരമില്ല, അവളുടെ പ്രായം അതാണല്ലോ. പക്ഷേ മായ്ക്ക് കുറച്ചുകൂടെ പക്വതയോടെ പെരുമാറായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോറി മാഡം, അഞ്ജിതയുടെ അവിവേകത്തിന് ഞാൻ മാഡത്തിനോട് മാപ്പ് ചോദിക്കുന്നു. ഏയ് എന്താ ഇത്, ഞാനതൊക്കെ അപ്പോഴേ മറന്നു. ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല. ഒരു ചെവി കൂടെ കേൾക്കുക, മറു ചെവിയിലൂടെ കളയുക. ദേവിക അതൊന്നും കാര്യമായി എടുക്കണ്ട. നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. മുത്തശ്ശൻ കൊണ്ടുവന്ന മരുന്നുകൾ കൊടുത്ത് സിദ്ധുവിനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തിയെടുക്കണം. ക്ഷേത്രത്തിൽ പോയി കുട്ടന്റെ പേരിൽ പൂജയും വഴിപാടൊക്കെ നടത്തിയിട്ട് മരുന്ന് കൊടുത്തു തുടങ്ങാം മാഡം, അതുപോരെ? നല്ല കാര്യാ ദേവിക പറഞ്ഞത്. എന്തിനും ആദ്യം വേണ്ടത് ദൈവാനുഗ്രഹമാണല്ലോ. എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് സിദ്ധുവിനെയും കൊണ്ട് ഇപ്പൊ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാം. ആ ദേവിക പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ, ചെല്ല്. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഞങ്ങള് വന്നത് സിദ്ധുവിന്റെ മരുന്നൊന്ന് പൂജിച്ചു വാങ്ങാൻ വേണ്ടിട്ടാ. തിരുമേനി അതൊന്ന് പൂജിച്ചു തരണം. അതിനെന്താ, പൂജിക്കാലോ. ആ മരുന്നുകൾ ഈ തട്ടത്തിലേക്ക് വെച്ചോളൂ. ദേവിക, അത് തിരുമേനിയുടെ കയ്യിൽ കൊടുത്തോളൂ. അയ്യോ കുട്ടാ, ഈശ്വരാ, മോളെ. മലകെ, അയ്യോ മോളെ, അമ്മേ, ചോര. ഈശ്വരാ. സാരമില്ല, കുട്ടന് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. നമുക്ക് മലകെ ആശുപത്രി കൊണ്ടുപോകാം. അല്ല, വാ മോളെ പോവാം. സാരമില്ല മാഡം, കുട്ടന്റെ മരുന്ന് പൂജിക്കാൻ കൊടുത്തിരിക്കുമല്ലേ. അത് പൂജാരി പൂജിച്ച് വെക്കട്ടെ, നമുക്ക് പിന്നെ വാങ്ങാം. നീ വന്നേ, വന്നേ, ആശുപത്രി പോവാം, വാ. മലകെ, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനിക്കണ്ടോ? സാരമില്ല കുട്ടാ. മോള് വാ. ഇടിരുന്ന മോള് കുറച്ചു നേരം വിശ്രമിക്കും, അപ്പൊ ഒരു ഇത്തിരി ആശ്വാസം കിട്ടും. മലകെ, ഡോക്ടർ ഇഞ്ചക്ഷൻ തന്നില്ലേ? അപ്പൊ ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങോളൂട്ടാ, ഇല്ലമ്മേ? അതെ, മെഡിസിൻസ് കൃത്യമായിട്ട് കഴിച്ചാ മതി. ഞാൻ കറി നെടുപ്പിക്കാം. വേദനയില്ലല്ലോ? അയ്യോ ചേച്ചി, ചേച്ചി ഇത് എന്താ ചേച്ചി? ക്ഷേത്രത്തിൽ വെച്ച് സിദ്ധുവിന്റെ കാലൊന്ന് വഴുതി. ഇവന്റെ തല അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലിടിക്കേണ്ടതായിരുന്നു. തക്ക സമയത്താ ദേവിക അത് കണ്ടത്. ഇവനെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ
അപ്പോഴേക്കും ദേവികയുടെ ബാലൻസ് തെറ്റി. ദേവിക തലയിടിച്ചു വീണു. തലയിൽ ചെറിയൊരു പരിക്ക് പറ്റി. എന്നിട്ട് മുറിവ് എങ്ങനെയുണ്ട്? കാര്യമായിട്ടുള്ള മുറിവ് വല്ലതുമാണോ? സാരില്ല, ഞങ്ങൾ അപ്പൊ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി മുറിവൊക്കെ വെച്ച് കെട്ടി. ചെറിയൊരു മുറിവേ ഉള്ളൂ. മുറിവ് ഉണങ്ങാനും വേദന മാറാനും ഒക്കെ ആയിട്ട് ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്. മിക്കവാറും നാളെ തന്നെ ഉണങ്ങും. അല്ല ദേവികെ, എന്ത് അസുഖത്തിന് നാട്ടുമരുന്നുകളും ഗ്രഹവൈദ്യമൊക്കെ പ്രയോഗിക്കുന്ന ആളല്ലേ നീ? ഇപ്പം മുറിവ് പറ്റിയപ്പം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട എന്തിനാ? ഇതിന് വല്ല പച്ചില മരുന്നോ കഷായോ ഒക്കെ കുടിച്ചാ പോരായിരുന്നോ? നീ എന്താ മായ ദേവികയെ പരിഹസിക്കുകയാണോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മായ ആയാലും ശരി, അഞ്ജിത ആയാലും ശരി, ആവശ്യമില്ലാതെ ദേവികയെ പരിഹസിക്കരുത്. ഈ നേരത്ത് ഇവിടെ തലയിൽ വെച്ചുകെട്ടുവായി ഇരിക്കേണ്ടത് സിദ്ധു ആയിരുന്നു. ഇവനാ ശരിക്കും അപകടം ഉണ്ടാവേണ്ടിയിരുന്നേ. ആ അപകടത്തിൽ നിന്ന് ഇവനെ രക്ഷിക്കുന്നതിനിടയിലാ ദേവികയ്ക്ക് മുറിവ് പറ്റിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം കളിയാക്കുന്നതും കളിയാക്കും മട്ടിൽ ചിരിക്കുന്നതും. ഇളയമ്മേ, ഇനി മാലയെ കുറിച്ച് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാണ്ടല്ലോ, ഇളയമ്മയുടെ തല ഞാൻ തല്ലി പൊളിച്ച് ഇതിലും വലിയ കേട്ട അവിടെ ഉണ്ടാക്കി വെക്കും കേട്ടാ. സിദ്ധു, സോറി അമ്മേ, ബാക്കി ഞാൻ നാളെ പറഞ്ഞോളാം. അമ്മേ, ഈ ഇളയമ്മോട് അഞ്ജുനോട് ഇവിടുന്ന് പോവാൻ പറ. എനിക്ക് കണ്ടിട്ട് ദേഷ്യം വരിക. പോ. കുട്ടാ വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. ഇവരോട് മര്യാദയ്ക്ക് പോവാൻ പറ. പോയേ. അഞ്ജിത, നീ വാ. വാ. എടുക്കെടുക്ക്, ആ ലഞ്ച് ബോക്സ് എടുത്തേ. അതെന്താ ഇത്ര ധൃതി? എനിക്കിപ്പോ ലഞ്ച് ബോക്സ് കാണണം. എടുക്ക്. അത് നിന്റെ കയ്യിലേക്കല്ലേ തരാൻ പോകുന്നത്. എനിക്കിപ്പോ അതിനുള്ള ക്ഷമയൊന്നും ഇല്ല. ലഞ്ച് ബോക്സ് എനിക്ക് ഇപ്പൊ തന്നെ കാണണം. തന്നയച്ച ഭക്ഷണം മുഴുവനും കഴിച്ചോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ? അതെ, അതിനു വേണ്ടി തന്നെയാ. എടുക്ക്. എന്തായി, മുഴുവൻ കഴിച്ചോ? നീ തുറന്നു നോക്ക്. അല്ല, ഇത് മുഴുവൻ കഴിച്ചതാണോ അതോ എവിടെയെങ്കിലും കളഞ്ഞതാണോ? മുഴുവൻ ഏട്ടൻ കഴിച്ചത് തന്നെയാ. ഞാനാണ് സാക്ഷി. അതുകൊണ്ട് എനിക്ക് വിശ്വാസായി. ഓ, അപ്പൊ എന്നെ വിശ്വാസമില്ല? എന്താ ഋഷി, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? ചിരിക്കാതെ കാര്യം പറ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? അയ്യോ, അല്ല എന്റെ പൊന്നെ. ഏതായാലും ദേവിയേച്ചിക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. മുഴുവൻ ഫുഡും ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നീ പോയി ഫ്രഷ് ആവും. വാ. ഞാൻ വിചാരിച്ച എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഫുഡ് കളഞ്ഞിട്ട് വരുമായിരിക്കും. വാ, നമുക്കും പോവാം. എന്താ അഞ്ജു, നിനക്ക് എന്താ പറ്റിയ? ഓ, ഒന്നും അറിയാത്തൊരു പാവം. നീ കാര്യം പറ. കാര്യം പറ അഞ്ജു. കണ്ടില്ലേ ഓരോരുത്തരും എത്ര സ്നേഹത്തോടെ അവരുടെ ഭാര്യമാരെ നോക്കുന്നേന്ന്. ഇവിടെ ഒരാള്, ഞാനൊന്നും പറയുന്നില്ല, കണ്ടു പഠിക്ക്. അല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത്? അതൊക്കെ സ്വയം ചിന്തിച്ചാ മതി. ഗോപികയെ പോലെ തന്നെ ഞാനും രാവിലെ ആഹാരം പാക്ക് ചെയ്ത് അഭയേട്ടനെ തരാൻ വന്നതല്ലേ. എന്നിട്ട് എന്തായി? എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അഭയേട്ടൻ ഋഷിയേട്ടനോടൊപ്പം കാറിൽ കയറി പോയില്ലേ?
ഞാൻ പിന്നാലെ ഓടുമായിരുന്നു. എന്നിട്ടും അഭിയേട്ടൻ ഗവനിച്ചില്ല. എന്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങാനും നിന്നില്ല. എന്തുകൊണ്ടാ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അഭിയേട്ടൻ കൊണ്ടുപോകാത്തെ? എന്തുകൊണ്ടാ അത് നിഷേധിച്ചത്? നീ എന്താ അതിന്റെ പേരിൽ എന്നോട് ഉടക്കാൻ നിൽക്കുവാണോ? എന്നാ അത് വേണ്ട. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെ അനുകരിക്കുകയല്ല വേണ്ടത്. ഗോപിക ഋഷിയേട്ടന് ഉച്ചഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തു എന്ന് കരുതി നീ അത് കോപ്പി അടിക്കരുത്. അപ്പോഴാ ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടുന്നത്. കുട്ടാ, ദാ, ഈ മരുന്ന് തരട്ടെ? എനിക്കിത് വേണ്ട. അയ്യോ കുട്ടാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മരുന്ന് കഴിച്ചാലല്ലേ അസുഖം മാറുള്ളൂ. എനിക്ക് വേണ്ട. ഇത് കഴിക്കുന്നേ. ഇതാ പഴയ മരുന്നൊന്നും അല്ല. ഇതിന് കയ്പൊന്നുമില്ല. കുട്ട നല്ല കുട്ടിയായിട്ട് ഈ മരുന്ന് കഴിച്ച്. വേണ്ട, എനിക്ക് വേണ്ട. ദേ, കുട്ട മരുന്ന് കഴിച്ചില്ലെങ്കിലേ മാലാകയ്ക്ക് വിഷമാവും. മാലാക വിഷമിക്കുന്ന കുട്ടന് ഇഷ്ടാണോ? എന്റെ മാലാക ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. സങ്കടപ്പെട്ട കൂട്ടുന്നത് സൈക്കിളാട്ടോ. ആ, എങ്കിൽ മാലാക പറയുന്ന അനുസരിച്ച് കുട്ടൻ ഈ മരുന്ന് കഴിക്കണം. എന്താ, കുട്ടൻ മരുന്ന് കഴിക്കോ? കഴിക്കാം. കഴിച്ച്. പക്ഷെ ഞാൻ ഈ മരുന്ന് കഴിക്കണമെങ്കിലേ മാലാക ഈ മരുന്ന് കഴിക്കണം. ഞാൻ മരുന്ന് കഴിക്കണമെന്നോ? ആ, മാലാകയ്ക്ക് ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ മരുന്ന് തന്നില്ലേ, ആ മരുന്ന് മാലാകയും കഴിക്കണം. ആ മരുന്ന് മാലാകയും കഴിച്ചാ ഈ മരുന്ന് ഞാനും കഴിക്കാം. മാലാക മരുന്ന് കഴിക്ക്. ശരി ശരി, ഞാൻ കഴിക്കാം. ഇതാ ടാബ്ലറ്റ്. ഞാനും കഴിക്കാണേ. അതിന് തന്നെ. എന്തിനാ കുട്ടാ? താ മാലാകെ. ഇനി വാ തുറന്നേ. തുറക്ക്. ഇനി വെള്ളം കുടിച്ചേ. കഴിച്ചാ? തുറന്ന് എന്നെ പറ്റിക്കണ്ട. ഇനി കുട്ട മരുന്ന് കഴിച്ചേ. ഇനി എന്നും നല്ല കുട്ടിയായിട്ട് ഞാൻ തരുന്ന മരുന്നുകൾ കഴിച്ചോണം. കേട്ടല്ലോ? കഴിക്കാം. എത്ര കാര്യമായിട്ടാ ദേവിക സിദ്ധുവിനെ കെയർ ചെയ്യുന്നത്. അമ്മ അന്ന് പറഞ്ഞതുപോലെ ശരിക്കും ദൈവമായിട്ട് സിദ്ധുവിന് വേണ്ടി കണ്ടുവച്ചിരുന്ന പെൺകുട്ടി തന്നെയാണ് ദേവിക എന്നത് എനിക്കിപ്പോ കൃത്യമായിട്ട് ബോധ്യമായി. അത് ശരിയാ മഹേട്ട. ക്ഷേത്രത്തിൽ വെച്ച് സിദ്ധു കാല് തന്നെ വീഴാൻ തുടങ്ങിയപ്പോ അവന്റെ തല പൊട്ടിപ്പോകുന്ന ഞാൻ കരുതി. പക്ഷെ ആ സമയത്ത് ദേവിക അവളുടെ സേഫ്റ്റി പോലും മറന്ന് അവനെ പെട്ടെന്ന് രക്ഷിക്കുകയായിരുന്നു. ദേവികയെ സിദ്ധുവിന് വേണ്ടി നൽകിയതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക ജാനകി. നന്ദി പറയാൻ വാക്കുകളില്ല മഹേട്ട. എനിക്ക് ഒരാഗ്രഹമുണ്ട് മഹേട്ട. എന്താണത്? ദേവികയ്ക്ക് അവള് തീർത്തും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം കൊടുക്കണം. ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയായിരിക്കും. ആയിക്കോട്ടെ, ആ സന്തോഷമുള്ള കാര്യമല്ലേ. അല്ല, ദേവിക്ക് എന്ത് സമ്മാനമാണ് നൽകുക? അത് സർപ്രൈസാ. എന്തായാലും നാളെ ഞാനത് ദേവിക്ക് കൊടുക്കും. ആ സമ്മാനം എന്താണെന്ന് താൻ എന്നോട് പറയണോ? മഹിയേട്ടനോടും ഞാനതിപ്പോ പറയില്ല. അത്രയ്ക്ക് വലിയ സമ്മാനമാണോ? അതെ,
അതൊരു വലിയ സർപ്രൈസ് തന്നെയാ. നാളെന്തായാലും നേരം വെളുക്കട്ടെ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ആ സമ്മാനം ദേവികയ്ക്ക് കൊടുക്കും. അമ്മേ, സിദ്ധു, അമ്മേ, ഋഷി, അബി, എല്ലാരും ഒന്ന് വന്നേ. സിദ്ധു, ഋഷി, അബി ഒന്ന് വന്നേ. അബി, ആ എന്താ മാഡം? ഹരിയുമായ എവിടെ? എന്താ അമ്മേ, എന്തിനാ എല്ലാരും വിളിപ്പിച്ചേ? ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോവാ. എന്താ? നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേണം അത് നടക്കാൻ. എന്ത് ചടങ്ങ്?